ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികളുമായി ജില്ലാ കളക്ടറുടെ യോഗം. ആനക്കാംപോയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് മുന്നോടിയായി വിവിധ കായിക മത്സരങ്ങൾക്ക് ബേപ്പൂരിൽ തുടക്കം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ SIRന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യന്റെ SIR ഒരു സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആയിട്ട് നമുക്കിപ്പോൾ ഇന്യൂമറേഷൻ ഫേസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. 23 ഡിസംബർ ഇപ്പോൾ ഇന്നത്തെ ഞാനിപ്പോൾ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ട് റെഡിയായി. ഈ ഡ്രാഫ്റ്റ് ലിസ്റ്റ് നമുക്ക് എല്ലാ LIC ലെവലിൽ, എല്ലാ ബൂത്ത് ലെവലിൽ നമുക്ക് ബൂത്ത് പൊളിറ്റിക്കൽ പാർട്ടീസിനെ അറിയിച്ചിട്ടുണ്ട്. ചില ബൂത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഞാൻ നേരിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നോർമലി ബൂത്ത് ലെവലിലെ ഈ ലിസ്റ്റ് റെഡിയായി. ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ കാര്യാലയത്തിലും വില്ലേജ് ഓഫീസിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലും കരട് പട്ടിക പരിശോധനയ്ക്കായി ലഭ്യമാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എല്ലാവർക്കും പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണെന്നും കളക്ടർ പറഞ്ഞു. SIRന്റെ ഭാഗമായി ജില്ലയിലാകെ വിതരണം ചെയ്തത് 26,58,847 എന്യൂമറേഷൻ ഫോമുകളാണ്. ജില്ലയിൽ തിരികെ ലഭിച്ച എന്യൂമറേഷൻ ഫോമുകളിൽ 96,161 പേരെയാണ് 2002 പട്ടികയുമായി മാപ്പ് ചെയ്യാൻ സാധിക്കാത്തത്. കരട് പട്ടികയിലുള്ള അവകാശവാദങ്ങളും ആക്ഷേപങ്ങളും 2026 ജനുവരി 22 വരെ അറിയിക്കാം. ഏതെങ്കിലും കാരണത്താൽ കരട് പട്ടികയിൽ നിന്നും തെറ്റായി ഒഴിവായി പോയിട്ടുണ്ടെങ്കിൽ 6ാം നമ്പർ ഫോമിൽ അപേക്ഷ സമർപ്പിച്ച് തിരികെ പട്ടികയിൽ ഉൾപ്പെടാൻ സാധിക്കുമെന്നും ERO തലത്തിലുള്ള ഹിയറിംഗുകൾ 2026 ഫെബ്രുവരി 14 വരെ നടക്കുമെന്നും അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പ്രസിദ്ധീകരിക്കുമെന്നും ജില്ലാ കളക്ടർ വിശദീകരിച്ചു. വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ഗോപിക ഉദയനും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജില്ലാ കളക്ടർ വിശദീകരിച്ചു. കോഴിക്കോട് ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലായി 534 പോളിംഗ് സ്റ്റേഷനുകൾ പുതിയതായി അനുവദിച്ചതായി രാഷ്ട്രീയ പാർട്ടികളുമായുള്ള യോഗത്തിൽ ജില്ലാ കളക്ടർ അറിയിച്ചു. പുതുതായി നിലവിൽ വരുന്ന പോളിംഗ് സ്റ്റേഷനുകളിൽ ബൂത്ത് ലെവൽ ഏജന്റുമാരെ എല്ലാ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളും അടിയന്തരമായി നിയമിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. കരട് പട്ടികയിലുള്ള അവകാശവാദങ്ങളും ആക്ഷേപങ്ങളും 2026 ജനുവരി 22 വരെ അറിയിക്കാമെന്നും കളക്ടർ പറഞ്ഞു. പരാതികൾ സമർപ്പിച്ചവർക്കുള്ള ഹിയറിംഗ് 2026 ഫെബ്രുവരി 14 വരെ നടക്കും. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ സബ് കളക്ടർ ഗൗതം രാജ്, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കളക്ടർ ഗോപിക ഉദയൻ, ജില്ലയിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആനക്കാംപോയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നേരിട്ട് സന്ദർശിച്ച് വിലയിരുത്തി. കൊങ്കൺ റെയിൽവേ ഉദ്യോഗസ്ഥർ, കരാറുകാരായ ബിൽഡ്കോ ഉദ്യോഗസ്ഥർ എന്നിവരുമായും കളക്ടർ സംസാരിച്ചു. ആനക്കാംപോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. നിലവിൽ 12 മണിക്കൂർ ഷിഫ്റ്റിലാണ് പ്രവർത്തികൾ നടക്കുന്നത്. ജനുവരിയിൽ പാറ തുരക്കൽ ആരംഭിക്കും. ഇതോടെ 24 മണിക്കൂറും പ്രവൃത്തി നടക്കും. ഒരാഴ്ചയ്ക്കകം തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള ഷെൽട്ടറുകൾ തുരങ്കപാതയ്ക്കരികിലായി പൂർത്തിയാകും.
താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണവും വേഗത്തിൽ പൂർത്തിയാക്കും. പ്രവൃത്തി പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുരങ്കപാതയുടെ ജില്ലയിലെ തുടക്ക കേന്ദ്രമായ ആനക്കാംപൊയിൽ മറിപ്പുഴയിൽ സന്ദർശനം നടത്തി. തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി എത്തിയ തൊഴിലാളികൾക്ക് ക്യാമ്പുകൾ സജ്ജീകരിക്കുന്ന സ്ഥലം, പാറ പൊടിക്കുന്നതിനുള്ള ക്രഷർ യൂണിറ്റ്, ഡംപിംഗ് യൂണിറ്റ് തുടങ്ങിയവയും കളക്ടർ സന്ദർശിച്ചു. വയനാട്, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന 8.73 കിലോമീറ്റർ തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഓഗസ്റ്റ് 31-നാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത്. 4 വർഷം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് മുന്നോടിയായി കബഡി ആരവത്തിൽ ബേപ്പൂർ ബീച്ച്. വനിതാ വിഭാഗത്തിൽ ഗജമുഖ കണ്ണഞ്ചേരിയും പുരുഷ വിഭാഗത്തിൽ NSA മുക്കവും ജേതാക്കളായി. വാശിയേറിയ കബഡി മത്സരത്തിന് വേദിയായി ബേപ്പൂർ ബീച്ച്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് 5ാം പതിപ്പിന്റെ പ്രചരണാർത്ഥമാണ് മത്സരം സംഘടിപ്പിച്ചത്. വനിതാ വിഭാഗത്തിൽ ശിവാജി പേരാമ്പ്രയെ പരാജയപ്പെടുത്തി ഗജമുഖ കണ്ണഞ്ചേരിയും, പുരുഷ വിഭാഗത്തിൽ സാൻഗ്രൗണ്ട് നടുവട്ടത്തിനെ പരാജയപ്പെടുത്തി NSA മുക്കവും ജേതാക്കളായി. 1ാം സ്ഥാനക്കാർക്ക് 12,000 രൂപയും 2ാം സ്ഥാനക്കാർക്ക് 8,000 രൂപയുമാണ് സമ്മാനത്തുക. ബേപ്പൂർ ബീച്ചിൽ നടന്ന മത്സരത്തിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 4 വീതം ടീമുകളാണ് പങ്കെടുത്തത്. ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P. നിഖിൽ നിർവഹിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം K. ഷാജേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പ്രഭു പ്രേംനാഥ്, ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സംഘാടക സമിതി അംഗം KP ഹുസൈൻ, ജില്ലാ കബഡി ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ N. പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ. ചായ വിളി തുടങ്ങി. ഉഷ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മന്ദാരം പബ്ലിക്കേഷൻസ് ലിറ്ററേച്ചർ ഓഫ് ലവ് സാഹിത്യ പുരസ്കാരവും 2 പുസ്തകങ്ങളുടെ പ്രകാശനവും കോഴിക്കോട് ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി ഹാളിൽ നടന്നു. മനാഴി, മഴവാനി എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത്. 2 സെഷനുകളിലായാണ് മന്ദാരം പബ്ലിക്കേഷൻസ് പരിപാടികൾ സംഘടിപ്പിച്ചത്. മന്ദാരം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവിയുടെ അധ്യക്ഷതയിൽ സാഹിത്യ സംഗമം ചലച്ചിത്ര താരം ഗിരിജ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം മുൻ മന്ത്രിയും MLA യുമായ അഹമ്മദ് ദേവർകോവിൽ നിർവഹിച്ചു.
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും വിവർത്തകനും നിരൂപകനുമായ KS വെങ്കിടാചലം, കവിയും ഗാനരചയിതാവുമായ PK ഗോപി, കണ്ണൂർ ജില്ലാ ജഡ്ജി RL ബൈജു, ലോക കേരള സഭാ അംഗം PK കബീർ സലാല എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. മനാഴി എന്ന കൃതിയുടെ പ്രകാശനം എഴുത്തുകാരൻ KS വെങ്കിടാചലം MLA അഹമ്മദ് ദേവർകോവിലിന് നൽകിയും മഴവാനി എന്ന കവിതാ സമാഹാരം PK ഗോപി ജഡ്ജ് RL ബൈജുവിനും നൽകി നിർവഹിച്ചു. സാഹിത്യ പുരസ്കാര ജേതാക്കളായ 30 യുവ പ്രതിഭകളെ കവി PK ഗോപി, KS വെങ്കിടാചലം, രമാദേവി, PK കബീർ സലാല, മന്ദാരം ഡയറക്ടർ റഷീദ് വെന്നിയൂർ എന്നിവർ ചേർന്ന് ആദരിച്ചു. കവി ഫ്രെഡി പൗലോസ്, കവയിത്രി ഷീന മനോജ് എന്നിവർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി. എഴുത്തുകാരായ ശ്രീധരൻ കോടിയത്ത്, ബേബി ഉണ്ണി, നഗീന നജീബ്, സുഹറ ഗഫൂർ തുടങ്ങിയവരും സംസാരിച്ചു. പരിപാടിയിൽ 14 ജില്ലകളിൽ നിന്നായി 100-ലേറെ കവികളും എഴുത്തുകാരും പങ്കെടുത്തു. നിഷാകുമാരി, ജെസി MP തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. UNB പേജന്റ് ഷോയിൽ വലിയ നേട്ടം സ്വന്തമാക്കി കോഴിക്കോട് സ്വദേശിനി ഡോക്ടർ ശിഖ സന്തോഷ്. ആഗോളതലത്തിലുള്ള അവസരങ്ങളിലേക്കുള്ള ചുവടുവയ്പായ മത്സരത്തിൽ ശിഖ സെക്കൻഡ് റണ്ണറപ്പായി. രാജസ്ഥാനിൽ നടന്ന UNB പേജന്റ് ഷോയിൽ കോഴിക്കോട് സ്വദേശിനിയായ ഡോക്ടർ ശിഖ സന്തോഷ് സെക്കൻഡ് റണ്ണറപ്പായി. മാളിക്കടവ് സ്വദേശികളായ സന്തോഷ്, സ്വപ്ന ദമ്പതികളുടെ മകളാണ് ശിഖ. ഇന്ത്യയിലെ വലിയ പേജന്റ് ഷോകളിലൊന്നാണ് UNB പേജന്റ് ഷോ. രാജസ്ഥാനിലെ ജയ്പൂരിലായിരുന്നു പരിപാടി. മിസ്, മിസിസ്, ഹൈലൈറ്റ് മിസിസ് എന്നീ വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രണ്ടാമത് സംസ്ഥാന ആയോധന കലാ മത്സരങ്ങളുടെ നടത്തിപ്പിനായി 101 അംഗ ടൂർണമെന്റ് കമ്മിറ്റി രൂപീകരിച്ചു. C മധുകുമാർ ചെയർമാനും ഷീഹാനി M ദിലീപ് കുമാർ ജനറൽ കൺവീനറുമാണ്. കാജുകാഡോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ജനുവരി 3-4 തീയതികളിൽ വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കിൽ നടക്കുന്ന രണ്ടാമത് കേരള സംസ്ഥാന ആയോധന കലാ മത്സരങ്ങളുടെ വിജയത്തിനായി 101 അംഗ ടൂർണമെന്റ് കമ്മിറ്റി രൂപീകരിച്ചു. യോഗത്തിൽ റൺഷി ജയരാജ് PK അധ്യക്ഷനായിരുന്നു. ഗ്രാൻഡ് മാസ്റ്റർ M ദിലീപ് കുമാർ, C മധുകുമാർ, രാജു മപ്പാല, റൺഷി രാകേഷ്, നാസർ ഗോൾഡൻ, കബീർ സലാല, സേതുമാധവൻ, പത്മനാഭൻ, പ്രസാദ്, സ്നേഹ, കൃഷ്ണൻ പാവങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു. താമസവും ഭക്ഷണം യാത്രാപ്പടിയും കിട്ടുന്ന ഒരു സ്റ്റൈൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉറക്കത്ത് പോലും അവർ വിളിച്ചു പറയും അത് കാജുകാഡോ കരാട്ടയാണ്, അത് കോഴിക്കോട്ടുള്ള കരാട്ടയാണ് എന്ന് പറയുമ്പോൾ നമുക്കും അഭിമാനമുണ്ടാകുന്ന ഒരു കാര്യമാണ് ഭാഷയിലൂടെ നമുക്ക് നേടിത്തന്നിട്ടുള്ളത്. മറ്റുള്ള ദേശക്കാർ മറ്റുള്ള സ്റ്റേറ്റുകളെ വളരുന്നതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലുള്ള വിവിധ സ്റ്റൈലുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാഷും ടീമും എടുത്തിട്ടുള്ള രണ്ടാമതുള്ള ടൂർണമെന്റാണ് നമ്മുടെ തിരുമുറ്റത്ത് വെച്ച് നടത്താൻ വേണ്ടി പോകുന്നത്. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാനായി C മധുകുമാറിനെയും ജനറൽ കൺവീനറായി ഷീഹാൻ M ദിലീപ് കുമാറിനെയും വിവിധ സബ് കമ്മിറ്റികളെയും തെരഞ്ഞെടുത്തു. ഓൾ കേരള ടൂർണമെന്റാണ് നടത്തുന്നത്. അത് കോഴിക്കോട് പോളിടെക്നിക്കിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ജനുവരി 3-4 തീയതികളിലാണ് നടത്തുന്നത്. അതിന് 450 ആൾ പോലെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ടീമിന് ഫുള്ള് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് അതിലെല്ലാം വെയിറ്റുകളായിട്ട് തിരിച്ചതാണ്. അതിൽ കിക്ക് ബോക്സിംഗ് ഉണ്ട്, മാർഷൽ ആർട്ട് ടൂർണമെൻ്റാണ് നടത്തുന്നത്. ഫുൾ കോണ്ടാക്ട് ടൂർണമെൻ്റാണ്. അതിനുള്ള എല്ലാ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%.
Bobby Chamanur International Jewelers, traditionally trusted for 162 years. സർപ്രൈസ്! മിൽമ ഐസ്ക്രീം, ഫ്രണ്ട്സിന്റെ അത്രയും ഫ്ലേവേഴ്സ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ക്രിസ്മസ് ആഘോഷിക്കാനായി നക്ഷത്രം നിർമ്മിക്കുകയാണ് വിദ്യാർത്ഥികൾ. കോട്ടൂർ പെരുവച്ചേരി GLP സ്കൂൾ വിദ്യാർത്ഥികളാണ് വർണ്ണക്കടലാസുകൾ ചേർത്ത് നക്ഷത്രം നിർമ്മിക്കുന്നത്. പെരുവച്ചേരി GLP സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷത്തിന് വേണ്ടി നക്ഷത്രം നിർമ്മിച്ച് മാതൃകയായി. പല നിറത്തിലുള്ള ചാർട്ട് പേപ്പർ ഉപയോഗിച്ചാണ് നക്ഷത്രം നിർമ്മിച്ചത്. എല്ലാ വിദ്യാർത്ഥികൾക്കും നക്ഷത്രം വാങ്ങുക എന്നത് ഒരു ഭാരിച്ച തുക ആവുമെന്നത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അധ്യാപകർ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. സ്കൂളിൽ പുൽമേട് നിർമ്മിച്ചും ക്രിസ്തുമസ് കേക്ക് മുറിച്ചും ആഘോഷം നടത്തി. അടുത്ത വർഷം ഡിസംബർ ആദ്യം തന്നെ നക്ഷത്രം നിർമ്മിച്ച് വീടുകളിൽ എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അധ്യാപകർ പറഞ്ഞു. പ്രധാന അധ്യാപകൻ T. ഗിരീഷ് കുമാർ, സ്റ്റാഫ് സെക്രട്ടറി NC ആനന്ദൻ മാസ്റ്റർ, SRG കൺവീനർ M. ലനിത കുമാരി, വിദ്യാരംഗം കൺവീനർ SD ദിവ്യ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം ബേപ്പൂർ ബീച്ചിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. മത്സരം ഫറൂഖ് ACP MA സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂരിന്റെ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ അവരുടെ സ്വന്തമായിട്ടുള്ള കളിസ്ഥലം ഇതിനു വേണ്ടി വിട്ടുകൊടുത്ത് അവരും ഇതിന്റെ ചുറ്റിലും അണിനിരന്ന് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത് ബേപ്പൂർ നിവാസികളുടെ ഹൃദയവിശാലത കൊണ്ടും അവരുടെ അതിഥികളോടുള്ള അവരുടെ ആദരവും സ്നേഹവും കൊണ്ടും. അതുകൊണ്ട് തന്നെയാണ് ബേപ്പൂർ ഫെസ്റ്റ് ഈ 4 സീസണിലും ഏറ്റവും നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മഹാജ്യോതിർലിംഗ യാത്രയ്ക്ക് കോഴിക്കോട് തളി ക്ഷേത്ര പരിസരത്ത് സ്വീകരണമൊരുക്കി. ഹനുമാൻ സേനയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം സംഘടിപ്പിച്ചത്. മഹാജ്യോതിർലിംഗ യാത്രയ്ക്ക് തളി ക്ഷേത്ര പരിസരത്ത് സ്വീകരണം നൽകി. ഹനുമാൻ സേനയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ 108 വർഷം കഴിഞ്ഞ് സ്ഥാപിക്കാൻ പോകുന്ന ശിവലിംഗമാണ് ബംഗളൂരുവിൽ നിന്നെത്തിയത്. സ്വീകരണ യോഗം ഹനുമാൻ സേന പ്രസിഡന്റ് AM ഭക്തവത്സലൻ ഉദ്ഘാടനം ചെയ്തു. അഖണ്ഡ ഭാരത മഹാദേവ ജ്യോതിർലിംഗത്തിനാണ് നമ്മളിന്ന് സാമൂതിരിയുടെ തട്ടകമായ ഈ മഹാദേവന്റെ തിരുമുന്നിലെ തീർത്ഥക്കുളത്തിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ നൂറുകണക്കിന് ഭക്തന്മാർ അഭിഷേകം ചെയ്ത് അനുഭൂതിദായകമായത്. K. സുരേന്ദ്രൻ അധ്യക്ഷനായി. സഞ്ജയ് തിസാരി, സുരേഷ്, സുധാകരൻ എന്നിവർ സംസാരിച്ചു. ശിവലിംഗത്തിൽ ഭക്തർക്ക് നേരിട്ട് അഭിഷേകം ചെയ്യാൻ സാധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി രാഷ്ട്രീയ പാർട്ടികളുമായി ജില്ലാ കളക്ടറുടെ യോഗം. അനക്കാംപോയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് മുന്നോടിയായി വിവിധ കായിക മത്സരങ്ങൾക്ക് ബേപ്പൂരിൽ തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.